ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്, പ്രാഥമികമായൊരു പ്ലാൻ അങ്ങയോട് സമർപ്പിക്കാൻ റിക്വസ്റ്റ് ചെയ്താൽ, അതായത് ഈ മഴക്കാലത്തെ പ്രതിസന്ധി, ദുരിതം, ദുരന്തം ഇതൊക്കെ ഒന്ന് മാറ്റാൻ നമുക്കൊരു തിരിച്ചുവരവിന് ഇനി എന്താണ്? വളരെ കൃത്യമായി എന്നോട് ചോദിച്ചാൽ വളരെ ലളിതമായി ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ബാക്കി സങ്കീർണമായി ചെയ്യേണ്ടുന്ന, പ്രൊഫഷണലായി ചെയ്യേണ്ടുന്ന, സാങ്കേതികമായി ചെയ്യേണ്ടുന്ന, ഗവേഷണപരമായി ചെയ്യേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ദീർഘകാലത്തിൽ. ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ കേരളത്തിൻ്റെ കാലാവസ്ഥയെയും കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെയും കേരളത്തിൻ്റെ ആവാസ വ്യവസ്ഥയെയും സംബന്ധിച്ച് വലിയ ബഹുജന വിദ്യാഭ്യാസം കേരളത്തിൽ നടക്കണം. ഒന്നാമതായി വളരെ ബഹുജന വിദ്യാഭ്യാസം നടക്കണം. ആവാലവൃത്ത ജനങ്ങളെയും ഒരു കാലാവസ്ഥ അല്ലെങ്കിൽ മഴ, മണ്ണ്, ദുരന്ത പരിപാലനം, പരിസ്ഥിതി, ആരോഗ്യം ഇതിനകത്തൊരു പ്രധാന ഘടകമാണ്. ഈ മേഖലകളുടെ ഒരു ലിറ്ററസി, ഒരു സാക്ഷരത ഇവിടെ ഗൗരവമായി നടക്കണം. ഞാനിന്ന് വളരെ പ്രമുഖമായൊരു പത്രത്തിലൊരു ലേഖനം കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. വളരെ അടുത്ത ദിവസങ്ങളിൽ വരും. അതിൽ ഒരു സെൻറ്റൻസ് ഞാൻ പറയുന്നത്, ഭരണാധികാരികൾ ഉൾപ്പെടെ നമ്മളെല്ലാവരും കൈലി ലുങ്കി ഉടുത്ത്, കാര്യം മുണ്ടുടുത്തുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങി പണിയാൻ പറ്റത്തില്ല, വേസ്റ്റ് വരും, ഈ അഴുക്ക് പറ്റും, ലുങ്കി ഉടുത്തുകൊണ്ട് തോർത്തുമായി കേരളത്തിൽ ഇറങ്ങണം. ഒരുപാട് രാജ്യങ്ങളിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് മുമ്പ്. ഇവിടുത്തെ പുഴകളിലും തോടുകളിലും നദികളിലും റോഡുകളിലും പറമ്പുകളിലുമൊക്കെ ധാരാളം മാലിന്യമാണ്. ഖരദ്രവ മാലിന്യങ്ങളുടെ ഒരു പരമ്പരയാണ്. തിരുവനന്തപുരത്തെ വെള്ളപ്പൊക്കം, കൊച്ചിയിലെ വെള്ളപ്പൊക്കം, ഇപ്പോൾ ഇന്നലെ ഉണ്ടായ സ്ഥലങ്ങളിലുള്ള വെള്ളപ്പൊക്കം. ഇന്നലെ പ്രളയമൊന്നും ആയിട്ടില്ല. നമ്മൾ പ്രളയമെന്ന് പറയുന്ന വലിയ ഒരു കലാമിറ്റിയിലേക്ക് പോയിട്ടില്ല. വെള്ളപ്പൊക്കമേ ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ കരകവിഞ്ഞൊഴുകുന്ന ഒരു സ്ഥിതിയേ വന്നിട്ടുള്ളൂ. അപ്പോൾ അതിൽ വലിയ മാലിന്യമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മാലിന്യ സംസ്കരണത്തിന് വളരെ കൃത്യമായ ഒരു പ്ലാൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റണം, ഒന്നാമതായി. രണ്ടാമതായി, ഈ ചെറു തോടുകളും പുഴകളും വലിയ തോതിലാണ് സിൽറ്റ് അടിഞ്ഞു കിടക്കുകയും അതിൻ്റെ കപ്പാസിറ്റി വളരെ കുറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഗവൺമെൻറ് ഒരു ഡ്രിവൺ എടുത്താൽ, ഒരു ക്യാമ്പയിൻ പോലൊരു ഡ്രിവൺ എടുത്താൽ, എല്ലാവരെയും, കളക്ടറെയും സംവിധാനങ്ങളെയും MLA-മാരെയും സന്നദ്ധ സംഘടനകളെ, ഇപ്പോൾ SP രവിയെപ്പോലുള്ള ആളുകളുണ്ട്, വർഷങ്ങളായി ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ സന്നദ്ധ സംഘടനകളെയും സകല ആളുകളെയും ചേർത്ത്, ഇപ്പോൾ നമ്മൾ സാക്ഷരതാ ക്യാമ്പയിൻ നടത്തിയവരാണ്, ഇവിടെ ജനകീയാസൂത്രണം പോലുള്ള കാര്യം ചെയ്തവരാണ്, ഇവിടെ എയ്ഡ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് പിടിച്ചവരാണ്, കോവിഡിനെ പിടിച്ചവരാണ്, പോളിയോ നമ്മൾ പിടിച്ചവരാണ്, ഒരുപാട് കാര്യങ്ങളെ പിടിച്ച ഒരു സമൂഹമാണ് നമ്മൾ. അപ്പോൾ അതെന്നുള്ള നിലയിൽ വളരെ കൃത്യമായി എല്ലാ ജനങ്ങളെയും ചേരുന്ന, കൃത്യമായി സന്നദ്ധ സംഘടനകളെയും ആക്ടിവിസ്റ്റുകളെയും എല്ലാം ചേരുന്ന ഒരു വളരെ ക്ലീൻ കേരള എന്നുള്ള, അത് വെറുതെ ഒരു ക്യാമ്പയിൻ എന്നുള്ളതല്ല, വളരെ കൃത്യമായ പ്രവർത്തനങ്ങൾ നമുക്കുണ്ടാകണം. ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാകേണ്ട ഒരു കാര്യം അതാണ്. ഇനിയും മഴ വരും. ഇപ്പോൾ ഗ്യാപ്പ് കിട്ടി. ഓരോ മഴയും നിങ്ങൾ മനസ്സിലാക്കുക, മഴ ഒരു മണിക്കൂർ കൊണ്ടല്ല ഈ മുഴുവൻ കുഴപ്പം ഉണ്ടാക്കുന്നത്. മണിക്കൂറുകളോളം മഴ പെയ്തിട്ട് കുറച്ച് സമയം കൊണ്ട് ഈ പ്രശ്നം വരും. അപ്പോൾ ഈ മഴ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗ്യാപ്പ് കിട്ടും, വെയിൽ കിട്ടും, ഗ്യാപ്പ് കിട്ടും. ഈ ഗ്യാപ്പിൽ കൃത്യമായി നമുക്ക് കഴിഞ്ഞ കാലത്ത് പ്രളയമുണ്ടായത് എവിടെയാണെന്നറിയാം, ഇപ്രാവശ്യത്തിലെ വെള്ളപ്പൊക്കം ഉണ്ടായത് എവിടെയാണെന്നറിയാം. ഇതെല്ലാം നമുക്കറിയാം. ഈ അറിയാമെന്നുള്ള സ്ഥലങ്ങളെ വെച്ചുകൊണ്ട് പ്രാദേശിക സർക്കാരുകളുടെ കൂടി, പഞ്ചായത്തുകളുടെ കൂടി സാന്നിധ്യത്തിൽ കൃത്യമായി ഹരിതകർമ്മസേന, തൊഴിലുറപ്പുകാർ, കുടുംബശ്രീക്കാർ, സാക്ഷരതാ മിഷൻ, നാട്ടിലുള്ള ക്ലബ്ബുകൾ, എല്ലാവരെയും, ഇതിനകത്ത് ഒരാളെ മാറ്റി നിർത്താൻ പറ്റത്തില്ല, സകലമാന ആളുകളെയും പങ്കെടുക്കുന്ന കൃത്യമായ പ്രോഗ്രാം പഞ്ചായത്ത് തലത്തിൽ, വാർഡ് തലത്തിൽ, വീട് തലങ്ങളിൽ വളരെ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ, ദുരിതം കൺമുന്നിൽ കണ്ടു കഴിഞ്ഞാൽ ചെയ്യുന്ന പണി കുറച്ച് നേരത്തെ എല്ലാവരും ഒരുമിച്ച് ചെയ്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ആ പകുതി തീരും. ബാക്കി മേഘങ്ങൾ വരുന്ന വിസ്ഫോടനം, ഇപ്പം കുസാറ്റിലെ സയൻറ്റിസ്റ്റ് പറഞ്ഞ പോലെ മേഘങ്ങൾ വരുന്നതും സ്ട്രാറ്റിഫൈഡ് മേഘങ്ങളാവുന്നതും കുമുലോനിംബസ് ആവുന്നതൊക്കെ വന്നോട്ടെ, അതെല്ലാം വന്നോട്ടെ. ഇതെന്ത് വന്നാലും നമ്മുടെ മണ്ണിൽ വീഴുന്ന മഴവെള്ളത്തെ നമ്മുടെ മണ്ണിലെ ശേഖരിക്കാവുന്നത്, ഇപ്പം റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് നമ്മൾ 2004 മുതൽ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുടെ ഭാഗമാണ്. നിർബന്ധമായി ഉടനെ കമ്പൾസറി ആക്കേണ്ടതാണ്. എല്ലാ വീടുകൾക്കും ആക്കിയാൽ നല്ലത്, ഇല്ലെങ്കിൽ പുതിയ വീടുകൾക്ക് നിർബന്ധമായി ഉണ്ട്, പക്ഷേ അതിന് കമ്പൾസറി ആക്കണം. അങ്ങനെ ഗ്രൗണ്ട് വാട്ടർ റീചാർജ്, അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കൊച്ചു കൊച്ചു മെഷേഴ്സ് ഒരുപാടുണ്ട്. അതൊന്ന് ചെയ്ത് തുടക്കത്തിൽ അതൊന്ന് ചെയ്ത് തുടങ്ങുകയും പിന്നെ ദീർഘകാലത്തിൽ ഈ പറഞ്ഞതുപോലെ 6 മാസം, 1 വർഷം കൊണ്ടുണ്ടാകുന്ന നല്ല പ്ലാനുകൾ ഉണ്ടാക്കണം. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാനുകൾ ഗ്രാമതലത്തിലുണ്ടാവണം. നമ്മൾ 2018 പറഞ്ഞതാണ് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ആളുകളെ, കുട്ടികളെയും മുതിർന്ന കുട്ടികളെയും +2 മുതലുള്ള കുട്ടികളെയും ആളുകളെയും നമ്മൾ നീന്തൽ പഠിപ്പിക്കും എന്ന് കർശനമായി പറയും, സിലബസ് കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ നമ്മൾ എവിടെയാണ് നീന്തൽ പഠിപ്പിക്കുന്നത്? ഒരാളെയും നീന്തൽ പഠിപ്പിച്ചില്ല. ഒരു പഞ്ചായത്തിൽ ഒരു 100 പേരെ എന്ന് പറഞ്ഞാൽ 1000 പഞ്ചായത്തിൽ 1 ലക്ഷം പേരാവും. അപ്പോൾ ആ 1 ലക്ഷം പേരെ
അതിലൊരു 80,000 പേരെങ്കിലും, ഞാനൊരു കണക്ക് പറയുന്നതാണ്, 80,000 പേരെങ്കിലും പുരുഷന്മാരായിരിക്കണം, ചെറുപ്പക്കാരുമായിരിക്കണം. കാരണം ഇതിനൊരു കായികമായിട്ടൊക്കെ ഒരു അധ്വാനം കൂടി വേണ്ടി വരുമല്ലോ ഈ ഡിസാസ്റ്ററൊക്കെ മാറ്റണമെങ്കിൽ, പ്രതിരോധിക്കണമെങ്കിൽ, അല്ലെങ്കിൽ പ്രതികരിക്കണമെങ്കിൽ. അങ്ങനെയുള്ള വലിയൊരു ടീമിനെ, നമ്മളെ 35 ലക്ഷം ഇവിടെ തൊഴിലില്ലാത്തൊരു സമൂഹമാണ്. അവർക്ക് ചെറിയ ഇൻസെൻറ്റീവ് കൊടുത്തോ ചെറിയ സംവിധാനങ്ങൾ കൊടുത്തോ ഒക്കെ അവരെ ട്രെയിൻ ചെയ്യണം, നന്നായി ട്രെയിൻ ചെയ്യണം. അപ്പോൾ ഒരു പഞ്ചായത്തിൽ, ഒരു പ്രദേശത്ത് കൃത്യമായ അലർട്ട്, അതുപോലെ തന്നെ പ്രവചനങ്ങൾ, ഇതെല്ലാം ഗ്രാമങ്ങളിലെത്തിക്കാനും ജനങ്ങളിലെത്തിക്കാനും ഒക്കെയുള്ള വളരെ കൃത്യമായ തയ്യാറെടുപ്പുകൾ. ലോകത്തെല്ലാ രാജ്യത്തും ഡിസാസ്റ്ററുകളെ അഡ്രസ്സ് ചെയ്യുന്നത് ഡിസാസ്റ്റർ സമയത്തല്ല, പ്രിപ്പയർഡ്നെസ്സാണ്. ഡിസാസ്റ്ററിൻ്റെ ഒരു പ്രിപ്പയർഡ്നെസ് ഫേസിലാണ്, ഫസ്റ്റ് ഫേസിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഒഡീഷയിൽ വലിയ ദുരന്തങ്ങൾ വരുമായിരുന്ന കൊടുങ്കാറ്റ് വരുമായിരുന്നു. പക്ഷേ അതിനുശേഷം വന്ന ഒരു കൊടുങ്കാറ്റിൽ, ആ വർഷം ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല, 1.5 ലക്ഷം ആളുകളെയാണ് അവർ മാറ്റിപ്പാർപ്പിച്ചത്. ഇപ്രാവശ്യത്തെ പ്രളയം വന്നതുമായി ബന്ധപ്പെടുത്തി 7 ലക്ഷം ആളുകളെയാണ് അവർ മാറ്റിപ്പാർപ്പിച്ചത്. നമുക്കിവിടെ കുറച്ച് ആളുകളെ മാറ്റാൻ പോലും കഴിയുന്നില്ല. കാരണം ആളുകളും സമ്മതിക്കുന്നില്ല. കാരണം ഈ ക്യാമ്പുകളിലേക്ക് പോകാൻ ആളുകൾ തയ്യാറല്ല. അപ്പോൾ അതിൻ്റെ പ്രശ്നമുണ്ട് ഇവിടെ. അപ്പോൾ വലിയ ബഹുജന വിദ്യാഭ്യാസവും അടിസ്ഥാന സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി ഇമ്മീഡിയറ്റായിട്ട്, എന്നോട് ചോദിച്ച ഇമ്മീഡിയറ്റാണ്, ദീർഘകാലമുള്ളത് ഞാൻ പറയാം, രണ്ടാമത് പറയാം. ഇമ്മീഡിയറ്റ് ചെയ്യേണ്ടുന്ന ഒരു കൃത്യമായൊരു ക്രൈസിസ് മാനേജ്മെൻറ്റ് പ്ലാൻ എല്ലാ പഞ്ചായത്തിലും ഉണ്ടാക്കണം. അത് ഉണ്ടാക്കാൻ എളുപ്പമാണ്. കാരണം ഇവിടെ പഞ്ചായത്ത് രാജ് സിസ്റ്റമൊക്കെ സജീവമായി നിൽക്കുന്നത് കൊണ്ടും കൃത്യമായി പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും മെമ്പർമാരെയും സെക്രട്ടറിമാരെയൊക്കെ വിളിച്ച് ട്രെയിൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ കൃത്യമായ ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റ് പ്ലാൻ ഉണ്ടാവുകയും, ഞാനീ പറഞ്ഞ ഒരു ക്ലീൻ ഡ്രൈവും, ഈ പുഴകളും തോടുകളും, ചെറിയ തോടുകളൊക്കെയാണ്, വലിയ പുഴയല്ല, കുറച്ച് മാസങ്ങൾ മതിയാവും ഈ പ്രാഥമികമായ പ്ലാൻ. വളരെ കുറച്ച് മാസങ്ങൾ മതി, വളരെ കുറച്ച് ദിവസങ്ങൾ മതി. ഈ പുഴ വലിയ പുഴയല്ല ഞാൻ പറയും, ഒരു പമ്പാ നദി, ഞാൻ ഉദാഹരണം പറഞ്ഞിട്ട് നമുക്ക് അടുത്ത അതിഥികൾക്ക് കൊടുക്കാം. പമ്പാ നദി എന്ന് പറയുന്ന നദി ഒരു 1500ഓളം ചെറു തോടുകളുടെ ഒരു സംഗമമാണ് പമ്പയുടെ വലിയ നദി. പമ്പയുടെ കാട്ടിനകത്ത് ഉള്ള ചെറിയ തോടുകളെ നമ്മൾ ഫസ്റ്റ് ഓർഡർ സ്ട്രീം എന്ന് പറയും. 2 ഫസ്റ്റ് ഓർഡർ സ്ട്രീം ചേരുമ്പോൾ ഒരു സെക്കൻഡ് ഓർഡറായി, 2 സെക്കൻഡ് ഓർഡർ ചേരുമ്പോൾ ഒരു തേർഡ് ഓർഡറായി, 2 തേർഡ് ഓർഡർ ചേരുമ്പോൾ ഒരു ഫോർത്തായി, 2 ഫോർത്ത് ചേരുമ്പോൾ ഫിഫ്ത്തായി, ഫിഫ്ത്ത് ചേരുമ്പോൾ സിക്സ്ത്തായി, സിക്സ്ത്തും സെവൻത്തും ഒക്കെ ആയി കഴിയുമ്പോൾ നദിയായി മാറും. ഈ ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ സ്ട്രീംസ് എല്ലാം ഒന്നുകിൽ നശിക്കുന്നു, അല്ലെങ്കിൽ മലിനമാണ്, അതിനകത്തേക്ക് വെള്ളം പോകാനും പറ്റില്ല, വരാനും പറ്റില്ല. ഇതെല്ലാം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും പഞ്ചായത്തിൽ. 1990 ഞാൻ 1990കളിൽ ഞാൻ എർത്ത് സയൻസിൽ ജോലി ചെയ്യുന്ന കാലത്ത്, എർത്ത് സയൻസിൽ സയൻറ്റിഫിക് സ്റ്റാഫായിട്ട് ജോലി ചെയ്യുന്ന കാലത്ത് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും പഞ്ചായത്ത് തല വിഭവ ഭൂപടം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എല്ലാ പഞ്ചായത്തിലും ഉണ്ട്. 1000 പഞ്ചായത്ത്, ഞങ്ങൾ വലിയ ടീമായിരുന്നു, 2-3 ഏജൻസികൾ കൂടി ചെയ്തു കൊടുത്തതാണ്. എല്ലാ പഞ്ചായത്തിലും ഉണ്ട് കേരളത്തിൽ. ഇതൊക്കെ എടുത്ത് ജനങ്ങളെ പഠിപ്പിക്കണം, അവിടുത്തെ ഭൂസാക്ഷരത നടക്കണം. രണ്ടാമത് 2000 ആയപ്പോൾ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും നീർത്തടാധിഷ്ഠിത മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ താഴെ ഉണ്ട്. ഇതൊക്കെ എത്ര പേർക്ക് അറിയാം, എത്ര പേർ ചെയ്യുന്നു, ഞാൻ ഈ പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്ത ആളായതുകൊണ്ട് ഇതൊക്കെ പറയുന്നു. എല്ലാ ബ്ലോക്ക് പഞ്ചായത്തിലുമുണ്ട്. അതും എടുക്കണം. അപ്പോൾ ഇതെല്ലാം എടുത്ത് ജനങ്ങൾക്ക് കൃത്യമായൊരു ലാൻഡ് ലിറ്ററസി, ഒരു വാട്ടർ ലിറ്ററസി, ഒരു ക്ലൈമാറ്റ് ലിറ്ററസി, ഒരു എൻവയോൺമെൻറ്റ് ലിറ്ററസി, ഇതെല്ലാം കൂടി ചേർത്ത് വേണമെങ്കിൽ നമുക്കൊരു ഗ്രീൻ ലിറ്ററസി എന്ന് പറയാം. അത് ഇമ്മീഡിയറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ചെയ്യുകയും ഒരു ക്ലീൻ ഡ്രൈവ് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു ഒന്നാം ഘട്ടം. പിന്നെ കഴിഞ്ഞ കാലങ്ങളിൽ പ്രളയം വന്ന സ്ഥലം, ഉരുൾപൊട്ടിയ സ്ഥലം, ഇനി പൊട്ടാൻ സാധ്യതയുള്ള സ്ഥലം, പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങൾ, ആ സ്ഥലം, പിന്നെ നദീതീരങ്ങൾ, ഇവിടെയൊക്കെ താമസിക്കുന്ന ആളുകളുടെ കൂട്ടായ്മകൾ വിളിക്കണം, ജാഗ്രതാ സമിതികൾ ഉണ്ടാക്കണം. കാരണം രാത്രിയൊക്കെയാണ് പലപ്പോഴും ഉരുൾ പൊട്ടുന്നത്, 2:30 മണിക്കാണ് ഉരുൾ പൊട്ടുന്നത്, പകലല്ല. അപ്പോൾ ഡാം തുറന്നത് രാത്രിയാണ്. അപ്പോൾ ഈ രാത്രികാലങ്ങളിലുള്ള ഈ ദുരന്തങ്ങളെയൊക്കെ പ്രതിരോധിക്കണമെങ്കിൽ ആളുകളെ വളരെ കൃത്യമായി അലർട്ട് ചെയ്യുകയും, മൊബൈൽ ഫോൺ ഓഫ് ചെയ്യരുത്, അത് ചാർജ് ചെയ്ത് വെക്കണം, പിന്നെ അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം രാത്രി 2 മണിക്കോ 1 മണിക്കോ ഒക്കെ അലാറം കിട്ടി, അല്ലെങ്കിൽ സംഭവങ്ങൾ കിട്ടി, അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സിസ്റ്റം കൂടി ഒന്ന് ഗൗരവമായി ഒന്ന് റീവർക്ക് ചെയ്യേണ്ട ഒരു സമയം അതിക്രമിച്ചു. യെസ്.